നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ ഹരിശങ്കർ വലിയൊരു പ്ലാനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരണ്യയെ വിളിച്ചു വരുത്തണം. അവൾ കുറെ കാലമായി തൻ്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്നത്. അവൾക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഒരിക്കൽ പോലും അവൾ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ല. അപ്പം അവൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ജോമാൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അപ്പം അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്താം. എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ അവളെ എന്താണ് സ്വഭാവത്തോടെ സമ്മതിക്കില്ല. പക്ഷേ എങ്കിൽ അവൾക്ക് ജ്യൂസിനകത്ത് ഒരു പൊടി കലർത്തി കൊടുത്താൽ മതി. അതോടുകൂടി അവൾ ഫ്ലാറ്റ് അവളെ കയ്യിലെടുക്കാം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. പിന്നീട് രോഹിത്തിനെ വിളിക്കണം. രോഹിത്തിനെ വിളിച്ചിട്ട് ഹരിശങ്കർ തൻ്റെ മനസ്സിലുള്ള കാര്യം പറയാണ് ശരണ്യയെക്കുറിച്ച്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത് ചോദിച്ചു, അല്ല അതിന് അവൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു. എടാ അതിന് ഏതെങ്കിലും പെണ്ണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എടാ അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ തടസ്സങ്ങളും മാറിയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തേ മതിയാവുള്ളൂ. അല്ല നമ്മൾ പിടിക്കപ്പെടുക അങ്ങനെ ചെയ്തോ? എങ്ങനെ പിടിക്കപ്പെടാനായിട്ട്? ആളൊഴിഞ്ഞ ആ റബ്ബർ തോട്ടം ഉണ്ടല്ലോ, അത് മാത്തൻ്റെ മാമൻ്റെയാ. അതുകൊണ്ട് ചോദിക്കാനും പറയാനൊന്നും അങ്ങോട്ടേക്ക് ആരും വരത്തില്ല. അതിൻ്റെ വേണ്ടുന്ന സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം. പിന്നെ അവളെ എനിക്ക് സ്വന്തമാക്കണോടാ. അവളുടെ വിചാരം ഞാൻ അവളെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചായിരിക്കുന്നേ. പിന്നെ ഞാനല്ലായിരിക്കണം. ഈ ഹരി ഇങ്ങനെ എത്ര പെണ്ണുങ്ങളെ കണ്ടിരിക്കുന്നു. രോഹിത് പറഞ്ഞു, എടാ എങ്ങാനും പുറത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ലീക്കാവാനായിട്ട്? അവളെയൊക്കെ ഞാൻ പറഞ്ഞ് നിർത്തിക്കോളാം. കാരണം അവളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവൾ പൂച്ചക്കുട്ടിയെ പോലെ നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ചോളും. വിളിക്കുന്നിടത്തേക്ക് എല്ലാം വരും. എടാ ഇതിനു മുമ്പ് ഞാൻ പലതവണ അവളെ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവൾ ഒരിക്കലും വഴങ്ങിയിട്ടില്ല. വഴുതി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ തവണ അവൾക്ക് പിടി വീഴണം. ഒന്നുമല്ലേലും ഞാൻ മുടക്കിയ പൈസയ്ക്ക് എനിക്ക് മുതൽ വേണ്ടടാന്ന് ചോദിച്ചു. ശരി നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്. അതെ എന്നാലേ എനിക്കിട്ട് പണി കൊടുത്ത പോലെ ആവരുത്. ഒടുവിൽ നമ്മുടെ കള്ളത്തരങ്ങളൊന്നും പുറത്തു വരില്ലെന്ന് പറഞ്ഞു. എടാ ഇത് അത്തരം കേസൊന്നും അല്ല, നീ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം രോഗത്തിനൊരു വിശ്വാസമൊക്കെ തോന്നി. വരാമെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബബിതയോട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 3 ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് വരണമെന്ന്. അത് അലീനയ്ക്ക് വേണ്ടിയിട്ട്. ബബിതയ്ക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ബാലേന്ദ്രൻ പറഞ്ഞ അങ്ങനെയാണോ മാത്രം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂന്ന്. ഒടുവിൽ രാവിലെ എന്ത് ചെയ്തു? ബബിത കോളേജിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ വിളിച്ചു, നീ അവിടെ നിൽക്കാൻ പറയണം. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നേ? അല്ല അത് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അലീനയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന്? അത് പറഞ്ഞങ്ങോട്ട് അനുസരിച്ചിട്ട് നീ കോളേജിലേക്ക് പോയാൽ മതി. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒട്ടും സഹിച്ചില്ല ബബിതയ്ക്ക് അങ്ങോട്ടേക്ക്. ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇത് കേട്ട് ഞാൻ ബബിത പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ നീ കൂടുതലൊന്നും പറയണ്ട, അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബബിതയ്ക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ബബിത ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. അലീനയ്ക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അല്ലാത്ത എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് അറിയാം. കട്ടക്കലിപ്പോട് കൂടിയിട്ടാണ് ബബിത ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ബബിത എന്ത് ചെയ്തു? അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ച് ആ ഡ്രസ്സ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അലീന ബാലേന്ദ്രനെ നോക്കി ആ ഡ്രസ്സുമായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ദേ ഓരോർമ്മ നീ വെച്ചോണം. ഇനി മേലാൽ ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിന്നോട് ഞാൻ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഒന്നുകൂടെ ദേഷ്യമായി. ബബിത പറഞ്ഞു, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളോടുള്ള ദേഷ്യം മാറാൻ പോകുന്നില്ല. എനിക്കൊരു തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ അവളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. നീ എന്താടി തർക്കുത്തരം പറഞ്ഞോ? ഒറ്റ ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ. നിന്നെയൊക്കെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ കുടുംബ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നേ. എല്ലാത്തിനെയും അടിച്ചു വെളിയിൽ തള്ളിയിട്ട് എങ്ങോട്ടേലും എനിക്ക് ഇറങ്ങിപ്പോകാൻ അറിയത്തില്ലാത്തോണ്ടല്ല. ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാ ഞാൻ നിൽക്കുന്നേ. എന്നെ വീണ്ടും പരീക്ഷിക്കാൻ വന്നാണ്ടല്ലോ മോളാന്ന് നോക്കത്തില്ല. അടിച്ചാൻ പൊട്ടക്കിൻ്റെ താത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അത്രയ്ക്ക് ഭ്രാന്ത് ആയിപ്പോയിരുന്നു ബാലേന്ദ്രന്. കാരണം ബബിത തർക്കുത്തരം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നീട് ബബിതയോട് പറഞ്ഞു, എൻ്റെ കൺമുന്നിൽ നിൽക്കാതെ പൊയ്ക്കോ പെട്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്തു പോകുമെന്ന് പറഞ്ഞു. ഒടുവിൽ ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ദേഷ്യത്തോട് കൂടിയിട്ട്. ബബിതയ്ക്കാണല്ലോ കോളേജിലേക്ക് പോകാനും തോന്നില്ല. ബബിത നേരെ വൈജയെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നേ. ആ സമയത്ത് അലീന അങ്ങോട്ട് വന്നേ. അലീന വന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛൻ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു. എൻ്റെ മോളെ ദേഷ്യപ്പെടാത്തവരും ദേഷ്യപ്പെടും. അവളുടെ സ്വഭാവം കണ്ടില്ലേ അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടണ്ട. അവൾ ചെയ്ത നല്ല കാര്യമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല അച്ഛാ. പിന്നെയോ
അല്ല അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേനും അവൾ കൂടുതൽ നിർബലമായിക്കൊണ്ടിരിക്കുള്ളൂ. അവൾക്ക് അച്ഛനോട് ദേഷ്യം കൂടും, വൈരാഗ്യം കൂടും. അവൾ എന്തൊക്കെയാ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. മോളെ അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ഞാനല്ലേ അവൾക്ക് ചെലവിന് കൊടുക്കുന്നേ. ഞാൻ അവളുടെ അച്ഛനാ. അല്ലാതെ അവൾ പറയുന്നതല്ല ഞാൻ അനുസരിക്കേണ്ടേ, ഞാൻ പറയുന്ന അവൾ അനുസരിക്കണം. അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് അവളെ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ അച്ഛാ, പക്ഷേ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹം കൊടുത്ത് തന്നെ വളർത്തണം. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണേ. കൈവിട്ട് പോയിട്ട് കാര്യമില്ലെന്നോ? നീ എന്തൊക്കെയാ മോളെ പറയണമെന്ന് ചോദിച്ചു. ഈ സമയത്ത് അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഭാവിതയെ കൂടുതൽ അച്ഛൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അവൾ എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വരുന്നു, അങ്ങനെയൊക്കെ. എന്താ മോളെ, എന്താ അങ്ങനെ ഒരു സംസാരം എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അലീൻ്റെ അടുത്ത് പറയണോ വേണ്ടയോ? പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു, അവളുടെ പോക്ക് അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണ. അതെന്താ മോളെ? അത് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തിന് പോയിട്ട് വന്നപ്പോൾ ഇവിടെ ഒരാളുണ്ടെന്ന് പറയാണ്. ഇതിനു മുമ്പ് ഞാൻ അവനെ ഇവിടെ കണ്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല. ബാലേന്ദ്രൻ പെട്ടെന്ന് ഓർത്തെ അന്ന് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബബിതയുടെ ഫോൺ വാങ്ങിയായിരുന്നു. ആ ഫോണിനകത്ത് മൊത്തം ലോക്കായിരുന്നു. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം ലോക്കായിരുന്നു. അപ്പോഴേ ചില സംശയങ്ങളൊക്കെ ഉണ്ടായതാ. ബാലേന്ദ്രൻ പറഞ്ഞു, എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? അച്ഛൻ അവളോട് എടുത്തിയാടി ഒന്നും ചോദിക്കാനോ പറയാനോ പോവരുത്. അറിയാലോ, അവൾ ചിലപ്പോൾ ഈ വീട് വിട്ട് പോയെന്നിരിക്കും. നമ്മളിത് കൈകാര്യം ചെയ്യേണ്ടത് സൂക്ഷിച്ചു വേണം. ഒരു പക്ഷേങ്കിൽ ദേഷ്യപ്പെടും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പോകാൻ വേണ്ടി നോക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ അവൾ പോകേണ്ടതായിരുന്നു. ഞാൻ അവളെ ബലമായിട്ട് പിടിച്ചു നിർത്തിയതുകൊണ്ട് മാത്രം. അവൻ എത്രക്കാരനാണ് എങ്ങനെയാണെന്നും അറിയത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് ആ സെക്കൻഡിൽ തന്നെ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? വിളിക്കായിരുന്നു അച്ഛാ, പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിനും വഴി തെളിക്കുള്ളൂ. പോരാത്തേന് അമ്മയും കൂടെ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ പിന്നെ അമ്മ കുറ്റപ്പെടുത്തുന്ന അച്ഛനെ ആയിരിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ ആകെപ്പാടെ തകർന്നുപോയി. ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, വൈജയ്ക്ക് ഒന്നും നോക്കാൻ സമയമില്ലല്ലോ. അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ, മക്കൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നൊക്കെ ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞേ, എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ഒരിക്കലും പിഴച്ച് പോകത്തില്ലെന്നാ പറഞ്ഞേ. അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അച്ഛൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. കൂടുതൽ അവളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഒരു കാരണവശാലും ഇത് വഴക്കായിട്ട് പറഞ്ഞല്ല, അവളെ ബോധ്യപ്പെടുത്തണ്ടേ. അവൾ കൈവിട്ട് പോവരുത്. എൻ്റെ അനുജത്തിയല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ നിറകണ്ണുകളോടെ അങ്ങോട്ട് പോയി. ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമായിരുന്നല്ലോ അത്. ഇതേ സമയത്ത് വൈജയുടെ അടുത്തേക്ക് ഭവിത എല്ലുവാണ്. ഭവിത എന്നിട്ട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി വരാൻ നോക്ക്. എന്താടി? എനിക്ക് പറ്റില്ല അവിടെ നിൽക്കാനായിട്ട്. അവളുണ്ടല്ലോ അലീന, അവളുടെ ഭരണമാ. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും വൈജ പറഞ്ഞു, ഞാൻ ആ വീട്ടിലേക്ക് വരാനോ? അങ്ങോട്ടേക്ക് വരണ്ട, അമ്മ എങ്ങോട്ടെല്ലാം വീടെടുത്ത് മാറിയാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പം അവളാണ് അവിടെ എല്ലാത്തിനും പ്രധാനി, നമ്മളൊന്നും ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം അവൾക്കിട്ട് ഞാൻ ഒരു പണി കൊടുത്തു. എനിക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചു. അച്ഛൻ എന്നിട്ട് പുതിയ ഡ്രസ്സ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചെന്ന് പറയണ. അത് കേട്ടപ്പം വൈജയ്ക്ക് ഒട്ടും സഹിച്ചില്ല. വൈജ പറഞ്ഞു, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടേ മോളെ, എല്ലാ കാലത്തും ഞാനിങ്ങനെ ഇവിടെ കിടക്കാൻ പോകുന്നില്ല അമ്മേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒട്ടും അഡ്ജസ്റ്റ് ആകാൻ പറ്റുന്നില്ല. പോരാത്തന്നെ കൃഷ്ണൻ അവരോടൊപ്പം തന്നെയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ വൈജയന്തി പറഞ്ഞു, സാരമില്ല, എനിക്കെന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഭേദമാവും. നമുക്കൊരു വീടെടുത്ത് മാറാം. അല്ല, രോഹിതും വരുമായിരിക്കുമല്ലേ? രോഹിത്തിനും അവിടെ ദേഷ്യമാണ് നിൽക്കാനായിട്ട്. അമ്മ എങ്ങോട്ട് പോന്നോ? അമ്മയുടെ ഒപ്പം ഞങ്ങൾ എന്താണ് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എടി, പെട്ടെന്ന് അങ്ങനെ മാറാൻ പറ്റുമോ? കൊല്ലപ്പള്ളി വീട്ടിലേക്കാനും പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അമ്മേ, കൊല്ലപ്പള്ളി വീട് വേണ്ടെന്ന് പറഞ്ഞു. കാരണം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ബബിതയ്ക്ക്. കാരണം ഹരിശങ്കർ ബബിതയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച വീഡിയോസ് സഹിതം അവൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് അവൻ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അവൻ്റെ ഇംഗത്തിൽ ആ വഴങ്ങി കൊടുക്കണം. അത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പം വേറൊരു വീടെടുക്കാനായിട്ട് വൈദ്യനെ അങ്ങനെ പ്രേരിപ്പിക്കുകയാണ് ബബിത. എനിക്കിനി ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കുറേ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തതുള്ളതും എല്ലാം പറഞ്ഞു പിടിപ്പിച്ചിട്ടാണ് ബബിത അവിടെ നിന്ന് പോരുന്നത്. ബബിത കോളേജിലേക്ക് പോലും പോയില്ല. ബബിത എന്ന് കറങ്ങാനായിട്ട് പോയി അമലിനോടൊപ്പം. ഇതേ സമയത്ത് അന്ന് കടയിലേക്ക് പോയിട്ടാണെങ്കിലും ബാലേന്ദ്രന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നും അറിയത്തില്ല. എങ്ങനെ ഇത് ഡീൽ ചെയ്യണമെന്ന്. ഒരു പക്ഷേ എല്ലാം തൻ്റെ കൈവിട്ട് പോവാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹരിശങ്കർ ശരണയെ വിളിക്കുകയാണ്. ശരണയെ വിളിച്ചിട്ട്, ജോമോൻ്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, നീ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശരണയെ പറഞ്ഞു, അത് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ വിടുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് വരാൻ നോക്ക്. ദേ വന്നില്ലെങ്കിലുണ്ടല്ലോ
പിന്നെ നീ എന്നെ വിളിക്കുകയോ മിണ്ടുകയോ ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. ശരണ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാമുകൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ കരുതി ഇനിയിപ്പോൾ അവൻ തന്നോട് മിണ്ടാതിരുന്നാലോ എങ്ങനെയൊരു ചിന്തയുണ്ട്. എങ്ങനെയാണെങ്കിലും പോയേ മതിയാവുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഹരിശങ്കറിൻ്റെ ചതിയൊന്നും അവൾക്ക് അറിയത്തില്ലല്ലോ. അവളെ വല വീശി പിടിക്കാനായിട്ടാണ് അവൻ ശ്രമിച്ചിരിക്കുന്നുള്ള കാര്യം. ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക, പിന്നീട് അവളെ ഉപേക്ഷിക്കുക, അതൊക്കെയായിരുന്നു ഹരിശങ്കറിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഹരിശങ്കറിൻ്റെ ഇങ്ങനെ നടക്കുമോ, അതിനു മുമ്പ് ശരണ്യ രക്ഷപ്പെടുമോ എന്നറിയത്തില്ല. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.